അനുമോളുടെ അടുത്ത് നമ്മുടെ ബിൻസി പോയി സംസാരിക്കുന്നുണ്ട്. അതായത് ശൈത്യയുടെ അടുത്ത് നീ ഒന്ന് പോയി സംസാരിച്ച് ക്ലിയർ ചെയ്യ്, പുറത്ത് അവൾ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുമ്പോൾ അനുമോൾ പറയണം, അവൾ മുമ്പ് എന്നെ എന്തൊക്കെയാണ് പറഞ്ഞത്, എന്തൊക്കെയാണ് അവിടെ എന്നെ വിളിച്ച് പറഞ്ഞത്. ഞാൻ അനീഷേട്ടനെ വെച്ച് കളിക്കുകയാണെന്ന് പറഞ്ഞു, അനീഷേട്ടൻ്റെ ഇമോഷൻസിനെ വെച്ച് കളിക്കുകയാണെന്ന് പറഞ്ഞു. എനിക്ക് 16 ലക്ഷം രൂപയുടെ PR ഉണ്ടെന്ന് അവൾ പറഞ്ഞു. ഞാൻ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. 16 ലക്ഷം രൂപയുടെ പേയ്മെൻറ്റ് ആരെങ്കിലും കൊടുക്കുമോ? ആരെങ്കിലും ഇത്രയും രൂപ കൊടുക്കുമോ? ഞാൻ എന്തോരം കഷ്ടപ്പെട്ടാണ് എൻ്റെ ജീവിതത്തിൽ സ്ട്രഗിൾ ചെയ്തിട്ട് ഇവിടം വരെ എത്തിയത്. ഓരോ കിട്ടുന്ന കാശും സൂക്ഷിച്ച് വെച്ചിട്ടാണ് ഞാൻ ഈ നിലയിലൊക്കെ ഇവിടെ എത്തിയത്. എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങനെയാണ് ആയത്. ആരെങ്കിലും ഇങ്ങനെ പൈസ കൊടുത്തിട്ട് ചെയ്യുമോ? എൻ്റെ അടുത്ത് ഒരുപാട് ആൾക്കാർ സമീപിച്ചിട്ടുണ്ട്, ഫ്രീ ആയിട്ട് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പൈസ കൊടുത്ത് ചെയ്തു തരാമെന്ന് പറയുന്നത് 30-ന് മുകളിൽ ആൾക്കാർ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. ഒരു രൂപ പോലും അനുമോളുടെ അക്കൗണ്ടിൽ നിന്ന് കൊടുത്തിട്ടില്ല എന്ന് പറയാണ്. ശൈത്യ വെറുതെയാണ് ഈ 16 ലക്ഷത്തിൻ്റെ കാര്യം പറയുന്നത് എന്നുള്ള രീതിയിൽ അനുമോൾ വ്യക്തമാക്കുകയാണ്. അതേപോലെ ബിൻസി ചോദിക്കുന്നുണ്ട്, നിൻ്റെ എമൗണ്ട്, നിൻ്റെ റെമ്യൂണറേഷൻ എത്രയാണെന്ന് നീ പറഞ്ഞിട്ടില്ലേ? അപ്പോൾ അനുമോൾ പറഞ്ഞിട്ടുണ്ട്, അത് പറഞ്ഞിട്ടുണ്ട്. അവളുടെ അതിൻ്റെ ഫ്രണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ അവളുടെ അടുത്ത് ഓപ്പണായിട്ട് പറഞ്ഞു. പക്ഷേ ഒരിക്കലും ഞാൻ അവളുടെ അടുത്ത് ഇത്ര രൂപ ഞാൻ PR-ന് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടില്ല. അത് അവൾ പറയുന്നത് പച്ചക്കള്ളമാണ് ശൈത്യ എന്നാണ് അനുമോൾ പറയുന്നത്. ഇവൾ എൻ്റെ ഫ്രണ്ടാണെന്ന് പറഞ്ഞിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഇവൾ എന്നെക്കുറിച്ച് പറയുന്നത്. ഇവൾ എനിക്ക് PR ഉണ്ടെന്ന് പറയുന്നു, ഇത്ര ലക്ഷം രൂപ ഞാൻ കൊടുത്തിട്ടുണ്ടെന്ന് ഇവൾ എൻ്റെ അടുത്ത് പറയുന്നു. അനീഷേട്ടൻ്റെ കാര്യം ഇവൾ എടുത്തിടുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ് ഇവളുടെ ഒരു കഥ. എനിക്കും അറിയാം, നിനക്കും അറിയാം അല്ലേ ബിൻസി എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ബിൻസി പറഞ്ഞു, അതെ, ഒരു വൃത്തികെട്ട കഥയാണ്, ബിഗ് ബോസിലെ റിലേറ്റ് ചെയ്യുന്ന കഥയാണ്. ഞാൻ ആ കഥ ഇവിടെ വിളിച്ച് കൂവിക്കഴിഞ്ഞാൽ ഇവൾ നാറത്തില്ലേ? ഇവൾ എന്നെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഞാനത് വിളിച്ച് പറഞ്ഞാലോ? അവൾക്ക് ആ കഥ ഞാനിവിടെ പറഞ്ഞു കഴിഞ്ഞാൽ അവൾ പുറത്തിറങ്ങി നടക്കത്തില്ല. അപ്പം ശൈത്യയുടെ എന്തോ ഒരു പ്രധാനപ്പെട്ട സംഭവം അനു ഇതുവരെ അതൊന്നും പറഞ്ഞിട്ടില്ല. ഇവളെന്നെ എൻ്റെ കരണത്തടിക്കുന്ന ഇവളെൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ആര്യൻ്റെയും എൻ്റെയും പേര് വെച്ചിട്ട് ഇവൾ എല്ലാവരോടും പറഞ്ഞു നടന്നിട്ടുണ്ട്. ഇത്രയൊക്കെ സംഭവങ്ങൾ നടന്നിട്ടും ഒരിക്കൽ പോലും ഞാൻ ഇവളുടെ പേര് അല്ലെങ്കിൽ ഇവളുടെ ആ ഒരു സ്റ്റോറി ഒരു മനുഷ്യരോട് ഇവിടെ പറഞ്ഞിട്ടില്ല. അപ്പോൾ ബിൻസി പറയുന്നുണ്ട്, അതൊക്കെ അറിയാം അനു, അവൾ നിന്നെ വിശ്വസിച്ച് പറഞ്ഞതാണല്ലേ. അപ്പം അനു പറയുന്നുണ്ട്, അതെ, അവൾ എന്നെ വിശ്വസിച്ച് പറഞ്ഞതാ. അതേപോലെ എന്നെക്കുറിച്ച് അവളും അങ്ങനെ ചിന്തിക്കുന്നുണ്ടോ? ഞാൻ അവളുടെ ഫ്രണ്ടാണെങ്കിൽ അവളും അങ്ങനെ വേണ്ടേ ചിന്തിക്കാൻ? അപ്പം ബിൻസി പറയുന്നുണ്ട്, പുറത്ത് കുറേ നെഗറ്റീവ്സ് ഉണ്ട്, അത് നിനക്ക് അറിയത്തില്ല. അപ്പം അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ടായിരിക്കും പറയുന്നത്. അപ്പം അനുമോൾ പറയുന്നുണ്ട്, ഞാൻ അവളോട് സംസാരിച്ചേനെ, ഞാൻ അവൾ കിടക്കാൻ പോകുമ്പോഴോ അല്ലെങ്കിൽ പുറത്തിറങ്ങുമ്പോഴോ എപ്പോഴെങ്കിലും ഇതിനെക്കുറിച്ച് ഞാൻ സംസാരിച്ചേനെ. പക്ഷേ ഇത്രയൊക്കെ എന്നെ പറഞ്ഞ സ്ഥിതിക്ക്, അവൾ എന്നെ ഇത്ര അപമാനിച്ച സ്ഥിതിക്ക്, ഇത്രയൊക്കെ എന്നെ അവൾ എല്ലാവരുടെ മുമ്പിൽ ഇട്ട് കൊടുത്ത സ്ഥിതിക്ക് ഞാനിനി അവളോട് പോയി സംസാരിക്കില്ല എന്ന് തീർത്ത് പറഞ്ഞിരിക്കുകയാണ് അനുമോൾ.